നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി ലോകം ആശങ്കയോടെ മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കുകയാണ്. അമേരിക്കയുടെ ഹെവി ബോംബറുകൾ വീണ്ടും ദൗത്യത്തിൽ ഇറാനെതിരെ സമ്മർദ്ദം കനക്കുന്നു. ഇതിനിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പ്. അമേരിക്കൻ താൽപര്യങ്ങൾക്കും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനും നേരെ ആക്രമണമുണ്ടായാൽ ശക്തമായ സൈനിക തിരിച്ചടി ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. തുടർച്ചയായ 12ാം രാത്രിയിലും ഇറാനിൽ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം. ബുഷഹർ ആണവ നിലയത്തിന് സമീപമുള്ള പവർ സബ്സ്റ്റേഷന് നേരെയും ആക്രമണമുണ്ടായി. ഇറാൻ ഇറാഖ് അതിർത്തിയിൽ 2 പേർ മരിച്ചെന്നും 11 പേർക്ക് പരിക്കേറ്റതായുമാണ് ഇറാൻ വിശദമാക്കിയിട്ടുള്ളത്. US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് സെന്റ്കോം ഇറാന്റെ സൈനിക ശേഷി തകർക്കുന്നതിനായി തുടർച്ചയായ 12ാം രാത്രിയും ശക്തമായ ആക്രമണങ്ങൾ നടത്തി. ഇറാന്റെ തെക്കൻ തീരദേശ നഗരങ്ങളായ സിരിക്ക, ബുഷഹർ, ഖുസൈസ്ഥാൻ, അഖ്വാസ്, അന്തിമേഷ്ക് എന്നിവിടങ്ങളിലെ ഡ്രോൺ മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ, റഡാർ സ്റ്റേഷനുകൾ, നാവിക താവളങ്ങൾ എന്നിവയ്ക്ക് നേരെ US മിസൈലുകൾ ആക്രമണം നടത്തി. കഴിഞ്ഞ 11 ദിവസത്തെ US ആക്രമണങ്ങളിൽ 53 പേർ കൊല്ലപ്പെടുകയും 600ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. US ആക്രമണങ്ങൾക്ക് മറുപടിയായി കുവൈറ്റിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾ, എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ജോർദാനിലെ അഖബ തുറമുഖത്തിനു നേരെ വന്ന ഇറാന്റെ മിസൈലുകൾ ഇസ്രയേൽ അതിർത്തിക്കടുത്തുവച്ച് പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു. സൗദി അറേബ്യയിലെ ദമാമിലും ആക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. ദ വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് മേഖലയിൽ കൂടുതൽ വ്യോമസേന വിമാനങ്ങളും കപ്പലുകളും US സജ്ജമാക്കുകയാണ്. ട്രംപിന് കൂടുതൽ സൈനിക നീക്കങ്ങൾ നടത്താനുള്ള വഴിയൊരുക്കാനാണ് ഈ വിന്യാസം. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്തെയും എണ്ണവിലയെയും ഗുരുതരമായി ബാധിക്കുന്ന ആശങ്കയാണ്. US രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ഡയറക്ടറുമായും വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരുമായും ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ തലവൻ റോമൻ ഗോഫ്മാൻ വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തിയതും വരാനിരിക്കുന്ന വലിയ സൈനിക നീക്കത്തിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് ഇരുവിഭാഗവും തയ്യാറാകാത്ത പക്ഷം വരും ദിവസങ്ങളിൽ US ഹെവി ബോംബറുകളുടെ വരവോടെ പശ്ചിമേഷ്യൻ പോരാട്ടം കൂടുതൽ വഷളാകാനാണ് സാധ്യത. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിനു നേരെ ഇറാൻ നടത്തുന്ന ഓരോ ആക്രമണത്തിനും പകരം ഇറാന്റെ പ്രധാന പാലങ്ങളോ ഊർജ്ജ നിലയങ്ങളോ ബോംബിട്ട് തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇതിനു പുറമെ ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അതിശക്തമായ ഹെവി ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ US പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഹോർമുസിൽ 3 കപ്പലുകൾ മുന്നറിയിപ്പ് മറികടന്ന് പോകാൻ ശ്രമിച്ചുവെന്നാണ് ഇറാൻ വിശദമാക്കുന്നത്. ഒരു കപ്പലിൽ സ്ഫോടനമുണ്ടായി എന്നും ബാക്കിയുള്ളവർ പിൻവാങ്ങിയെന്നും ഇറാൻ പറയുന്നു. അമേരിക്ക മിഡിൽ ഈസ്റ്റിലെ സൈനിക സാന്നിധ്യം ശക്തമാക്കുകയാണ്. ദീർഘദൂര ആക്രമണശേഷിയുള്ള വിമാനങ്ങളും മറ്റ് സൈനിക സംവിധാനങ്ങളും മേഖലയിൽ സജ്ജമായിട്ടുണ്ട്. US സേനയുടെ നടപടികൾ ഇറാന്റെ സൈനിക ശേഷി നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇതേസമയം അമേരിക്കയുടെ ഈ നീക്കങ്ങൾ മേഖലയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കും എന്ന ആശങ്കയും ഉയരുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ദിനംപ്രതി മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടന്നുവരികയാണ്. പ്രാഥമിക ധാരണകൾ തകർന്നതിനെ തുടർന്ന് ഉടലെടുത്ത സംഘർഷം പൂർണ്ണ തോതിലുള്ള പ്രാദേശിക യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ആശങ്കയിലാണ് രാജ്യാന്തര സമൂഹം. അമേരിക്കൻ താൽപര്യങ്ങൾക്കും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനും നേരെ ആക്രമണമുണ്ടായാൽ US ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലോ സമീപത്തോ ഉള്ള പാലമോ പവർ പ്ലാന്റോ ബോംബിട്ട് തകർക്കും. ട്രംപ് പറയുന്നു. ഇറാന്റെ സാമ്പത്തിക ഊർജ്ജ മേഖലകളെ നേരിട്ട് ലക്ഷ്യമിടുന്ന സന്ദേശമാണ് ട്രംപ് നൽകുന്നത്. ഇറാന്റെ ആക്രമണങ്ങൾ തടയാൻ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി US സൈന്യം കര, നാവിക കേന്ദ്രങ്ങളിൽ കടുത്ത പ്രത്യാക്രമണം നടത്തിവരികയാണ്. ഇറാൻ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന നിലപാടാണ് ആവർത്തിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ഇരുവിഭാഗവും കടുത്ത ഭാഷ ഉപയോഗിക്കുന്നതിനാൽ ചെറിയൊരു സംഭവം പോലും വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക തുടരുകയാണ്. ട്രംപിന്റെ ഭീഷണിയോട് അതിരൂക്ഷമായ ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചത്. തങ്ങളുടെ സിവിൽ അല്ലെങ്കിൽ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ മേഖലയിലെ മുഴുവൻ US സഖ്യകക്ഷി കേന്ദ്രങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഈ യുദ്ധത്തിന്റെ സമവാക്യം വ്യക്തമാണ്. ഒന്നെങ്കിൽ എല്ലാവർക്കും, അല്ലെങ്കിൽ ആർക്കുമില്ല. ഇറാന് എണ്ണ വിൽക്കാൻ സാധിക്കാത്ത ഒരു സംഘർഷ മേഖലയിൽ
മറ്റാർക്കും എണ്ണ വിൽക്കാൻ കഴിയില്ല എന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് എക്സിൽ കുറിച്ചത്. ഞങ്ങളുടെ പ്രതിരോധ നയം വ്യക്തമാണ്. കണ്ണിന് കണ്ണ്, ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ഏത് അധിനിവേശത്തിനും ശക്തവും നിർണായകവുമായ മറുപടി ലഭിക്കും എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പ്രതികരിച്ചു. ഇതിനു പുറമെ US ഭീഷണികൾ യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്ന് ഇറാന്റെ ഔദ്യോഗിക സൈനിക കേന്ദ്രങ്ങളും വ്യക്തമാക്കി. ഇസ്രയേലി മാധ്യമമായ കാൻ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് വരും ദിവസങ്ങളിൽ ഇറാനെതിരെ തന്ത്രപ്രധാനമായ ഹെവി ബോംബറുകൾ ഉപയോഗിച്ച് വ്യോമാക്രമണം നടത്താൻ പദ്ധതിയിടുന്നതായി US ഇസ്രയേലിനെ അറിയിച്ചിട്ടുണ്ട്. നടക്കാൻ പോകുന്ന ആക്രമണം ഇറാന്റെ അതിസുരക്ഷിതമായ ഭൂഗർഭ ആണവ ഗവേഷണ കേന്ദ്രമായ പിക്കാക്സ് മൗണ്ടൻ ലക്ഷ്യമിട്ടായിരിക്കുമെന്നാണ് സൂചന. നഡാൻസ് ആണവ നിലയത്തിന് സമീപമുള്ള ഈ പർവ്വത നിരകൾക്കുള്ളിൽ ഇറാൻ രഹസ്യമായി യുറേനിയം സമ്പുഷ്ടീകരണവും സെൻട്രിഫ്യൂജുകളുടെ നിർമ്മാണവും നടത്തുന്നുണ്ടെന്ന് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ ആരോപിച്ചു. ഇത്തരം അതിശക്തമായ താവളങ്ങൾ തകർക്കാൻ ശേഷിയുള്ള B-2 പോലെയുള്ള US യുദ്ധവിമാനങ്ങൾ ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. US-ന്റെ ശക്തമായ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ തങ്ങൾക്ക് നേരെ മിസൈൽ വിക്ഷേപണം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ ഇസ്രയേൽ സൈന്യം അതീവ ജാഗ്രതയിലാണ്. ഇതോടൊപ്പം ചർച്ചയാകുന്നത് ഒരു നഗരമല്ല, ഒരു സൈനിക താവളവുമല്ല, മറിച്ച് ഒരു മലയാണ്. പിക്കാക്സ് മൗണ്ടൻ എന്നറിയപ്പെടുന്ന ഇറാനിലെ മലനിരകൾ ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. ഈ മലയിൽ എന്താണ് ഇത്ര ഒളിപ്പിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും സൈനിക വിദഗ്ധരും ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത്? ഇറാനിലെ ഇസ്ഫഹാൻ മേഖലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മലപ്രദേശത്താണ് ഈ ഭൂഗർഭ സമുച്ചയം നിർമ്മിക്കപ്പെടുന്നത് എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. വിശകലനങ്ങൾ പ്രകാരം ഇത് വളരെ ആഴത്തിൽ പാറകൾക്കടിയിലായതിനാൽ സാധാരണ ബോംബുകൾ ഉപയോഗിച്ച് തകർക്കാൻ പ്രയാസമുള്ള ഒന്നാണ്. അതുകൊണ്ടുതന്നെ അന്താരാഷ്ട്ര നിരീക്ഷകരുടെ ശ്രദ്ധ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകാം. ഇറാൻ ശക്തമായ തിരിച്ചടി നൽകാൻ സാധ്യതയുമുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ ബാധിക്കാം. എണ്ണവില ഉയരാം. ഗൾഫ് രാജ്യങ്ങളിലെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിക്കാം. ഇന്ത്യ ഉൾപ്പെടെ എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്കും പ്രത്യാഘാതമുണ്ടാകാം. അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് പിന്നാലെ ജോർദാനിലേക്ക് ഇറാൻ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടെ ബാബൽ മന്ദബിൽ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച 2 സൗദി കപ്പലുകളെ ആക്രമിച്ചുവെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു. എൻസെലിയ, ലൈല എന്നു പേരുള്ള കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. തങ്ങൾക്ക് ഇല്ലെങ്കിൽ ആർക്കും ഒന്നും ഉണ്ടാകില്ലെന്ന് മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇറാന്റെ അന്ത്യശാസനം നൽകുകയും ചെയ്തു. ഞങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആർക്കും വിൽക്കാൻ കഴിയേണ്ട. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടി മേഖലയിലെ രാജ്യങ്ങളിൽ ആയിരിക്കുമെന്നും മേഖലയിലെ രാജ്യങ്ങൾ ഇരുട്ടിലാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾക്കായി അമേരിക്ക ഇതുവരെ $37.5 ബില്യൺ ഏകദേശം 3.61 ലക്ഷം കോടി രൂപ ചെലവഴിച്ചതായി അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമായ പെന്റഗൺ വ്യക്തമാക്കി. തിങ്കളാഴ്ച സെനറ്റ് അപ്രോപ്രിയേഷൻസ് കമ്മിറ്റിക്ക് മുമ്പാകെ നൽകിയ വിശദീകരണത്തിലാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് സൈനിക നീക്കങ്ങളുടെ ഭീമമായ ചെലവുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. സെപ്റ്റംബർ 30 ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴും പ്രതീക്ഷിക്കുന്ന മൊത്തം ചെലവുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് പെന്റഗൺ പുതിയ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. മുൻപ് കണക്കാക്കിയിരുന്നതിനേക്കാൾ $8 ബില്യൺ വർധനവാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കൻ ജനപ്രതിനിധി സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പൊതുജനങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത യുദ്ധവും അതിനായി ചെലവഴിക്കുന്ന കോടാനുകോടി ഡോളറും രാജ്യത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. മുൻനിര ഡെമോക്രാറ്റിക് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഭരണകൂടത്തിന്റെ ഈ നീക്കത്തെ ശക്തമായി വിമർശിക്കുകയും യുദ്ധം തുടർന്നാൽ യഥാർത്ഥ ചെലവ് ഇതിലും എത്രയോ ഇരട്ടിയാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ US കോൺഗ്രസിൽ ഈ വിഷയം വലിയ വാദപ്രതിവാദങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് കരുതപ്പെടുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.